الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين نحمده سبحانه ونصلي على رسوله الكريم وعلى آله وصحبه غر الميامين والذين اتبعوهم بإحسان إلى يوم الدين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. സത്യവിശ്വാസി സഹോദരന്മാരെ, സഹോദരിമാരെ, റബ്ബുൽ ഇസ്സത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അവൻ്റെ ദീനനുസരിച്ച് ജീവിക്കുവാനുള്ള തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. സൂറത്ത് യൂസുഫ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കിയത്, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപാടി തന്നതായ ആ സൂറത്തില്, ആ അത്ഭുതകരമായ ചരിത്രത്തിൽ അങ്ങനെ ഇതിൽ തൻ്റെ എലോണ്ട് നിപ്പാട്ടൊക്കെ വേണ്ടിയിട്ട്, അങ്ങനെ കയ്യിൽ നിന്ന് തപ്പാട്ടൊക്കെ വേണ്ടിയിട്ട്, അതേപോലെ ആ എലോണ്ട് സംരക്ഷിക്കും അള്ളാഹുരോ തന്ത്രത്തെ നാഫിസാക്കുക വേണ്ടിയിട്ട് അയാളൊരു തന്ത്രപ്രയോഗാക്കിയത് നിങ്ങൾക്ക് എല്ലാവർക്കും അതൊരു പിടിയുണ്ട്. അപ്പൊ അതുകൊണ്ട് അയാൾ നിപ്പാട്ടിൽ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രപ്രയോഗിക്കാക്കി തമ്പത്തുകു. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സഹായ ചെന്ന രൂപത്തിൽ 76ാമത്തെ ആയത്തിൽ കണ്ടു. കദാലിക കിദ്നാ ലി യൂസുഫ് കണ്ടത് ഞങ്ങൾ ഇതുപോലെ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമക്ക് തന്ത്ര പ്രയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഒന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചെന്നു, ആ രാജാവിന്റെ ഗവൺമെന്റ് ദീനുൽ മലിക്ക് ചെന്നു. അവിടുത്തെ കാനൂൻ പ്രകാരം ശിക്ഷ കൊടുത്തു ಬಿಟ್ರೆ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ചൊന്ന ശിക്ഷ കൊടുത്തത് ಬಿಟ್ರೆ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ശരീഅത്തിൽ എന്തില്ലേ പിടിച്ചു വെക്കണ, ആറ് എത്തിക്கிறாரு തപ്പാക്കിறாரு അങ്ക് അങ്ങനെ പിടിച്ചു വെക്കുന്ന എത്തിക്കറ് ശിക്ഷ. പിന്നെ ചൊന്നേ ആയത്തിൽ ലാസ്റ്റ് അയാൾ പ്രയോഗാക്കിയതായോ അള്ളാഹു കാനൂൻ നടപ്പിലാക്കിയതായോ തമ്പത്തു നർഫ ദറജാതി മൻ നശാ, ഞങ്ങൾ ഉദ്ദേശിച്ചവനെ ഞങ്ങൾ എന്താക്കുക അങ്ങനെ സ്ഥാനത്ത് പോയിത്രാണ്. പിന്നെ ചൊന്ന ഇൽമുക്ക് എത്തിക്കറ് എല്ലാത്രക്കാണ് വലിയ സ്ഥാനമുള്ളത്. ഇൽമുക്ക് എത്തിക്കറ് എല്ലാത്രക്കാണ് വലിയ സ്ഥാനമുള്ളത് ചൊന്നു. അതേ രീതിക്ക് ചൊന്നു ലാസ്റ്റ് ഇങ്ങനെ നോക്കിയാൽ എല്ലാ ഇൽമുള്ളവന്റെ മേല്, എൽമുള്ള എല്ലാ ആൾമാരുടെ മേല് ഒരു മേലൊരുത്ത അലീമുള്ളാണ്. അപ്പൊ ഇൽമുക്കു അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥാനം കൊടുത്ത. ബാക്കിന്നെ ആങ്ങളെ എടുത്ത് ചെന്നില്ല, ബാക്കിന്ന് ടാലന്റ് ഉള്ള അങ്ങനെ വിഷയം അല്ലാഹു ചെന്നില്ല. ഇനിയുള്ള വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയൊരു പരീക്ഷണ ഇവിടെ സംഭവിക്കാൻ പോകുന്നു. 77ാമത്തെ ആയത്തില് ഖാലു സഹോദരന്മാരൊരു ചൊന്നറ്, സഹോദരന്മാര് അങ്ങനെ ബച്ചവാക്കു വേണ്ടിട്ട് ചെന്നറ്. എന്തൊരു ചൊന്നറ്? അങ്ങനെ ബച്ചവാക്കു വേണ്ടി ഞാൻ ചൊന്നറ് ഈ യസ്രിഖ്, ഇനി ഈ ബിനിയാമിൻ എല്ലോണ്ട് കടിച്ചോളൂ. ഈ ബിനിയാമിൻ കളവ് കട്ടാണ്ടായെങ്കിൽ, കള്ളത്തിനാക്കിരാണ്ടായെങ്കിൽ ഇത് വലിയ വിഷയമല്ല. ഇതിക്ക് മുന്നോളൂ ഈ ഓണ്ട് ഒരു മൂത്തോൺ ഓർത്തിന്ന അഹുല്ലഹു ചൊന്നെ ഓൺകുല്ല ഒരു മൂത്തോൺ ഓർത്തിന്ന മിൻ ഖബൽ, ഇതിക്ക് മുന്നോളുള്ള അവനും കട്ടാണ്ട്. ആ രീതിക്ക് ചൊല്ലും സുബ്ഹാന റബ്ബി മുഖമുഖനൊക്കെ ചൊല്ലും. ഇതിക്ക് മുന്നുള്ള ഓർത്തുള്ള ഉന്റെ ഉമ്മര മോൻ, ഞങ്ങൾ അബ്ബത്തെ മോൻ, ഞങ്ങൾ ഉമ്മത്തെ മോനല്ല, ഞങ്ങൾ ഉമ്മത്തെ മോണിൽ ഇങ്ങനത്തെ ബന്ധത്തില്ല. എവിടെയാണ് ഫഖദ് സറഖ അഖുൽ ലഹു മിൻ ഖബൽ, ഓൻക്ക് മുന്നലത്തെ ഓർത്ത കട്രാണ്ട് ഓന്റെ മൂത്തോൺ. ഫഅസറഹ യൂസുഫ്, യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം എന്താക്കിയത് അതിനെ ഒണിപ്പാട്ടി വെച്ചിട്ടുണ്ട്. ഫലം യുബ്ദിഹ, യൂസുഫ് ഫി നഫ്സിഹി അയാളുടെ മനസ്സിൽ ഒണിപ്പാട്ടി വെച്ചത്.
വലം യുബ്ദിഹാ ലഹും അങ്ക് അതിരെ ആ മനസ്സില് അയാളെ മനസ്സിൽ വന്ന ഭാവനരെ കാട്ടൊക്കെ പോയിട്ടില്ല. വലം യുബ്ദിഹാ വെളിവാക്കിയിട്ടില്ല. ഖാല അയാൾ ചെന്ന് അൻതും നിവൈത്തിക്കറ ശർറുൻ മകാന അത്യന്ത നികൃഷ്ട കീഴ്മട്ടത്തോ സ്ഥാനമുള്ളവനെയാണ്. വല്ലാഹു ആലമു അള്ളാഹ്ക്ക് പിടിണ്ടു അള്ളാഹുക്ക് ചമ്മ യാരായുള്ളവനായിത്തിക്കറ ബിമാ തസിഫൂൻ നിങ്ങൾ വർണ്ണിച്ചുകൊണ്ടുള്ളത് നിങ്ങൾ ഈ കഥ കെട്ടിക്കൊണ്ടുള്ളത് അതിന്റെ വിഷയത്തില് നല്ല വിഷയത്തിൽ അള്ളാഹു നല്ല അറിവുള്ളവൻ എത്തിക്കറ ചെന്തല്ലത്. പാലു അങ്ങനെ ചെന്നത് അല്ലോട്ട് ചെന്നത് യാ അയ്യുൽ അസീസ് അല്ലയോ ഏ രാജാവ്. അയ്യുൽ അസീസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഏ രാജാവ്. ഇനി അവൻ കൊണ്ടു ഈ നിങ്ങൾ പിടിച്ചു വെക്കുന്ന ഈ ആൾക്ക് ഈ അപരാധി കൊണ്ടു അബ്ബ ഉണ്ട്. എങ്ങനത്തെ അബ്ബ? ഷെയ്ഖൻ ബൈസായ അബ്ബ, കബീറൻ വലിയ ബൈസായ ഒരാളുണ്ട്, അബ്ബുണ്ട് ഓനക്ക്. ഫഖുദ് നീ പിടിക്കണം, അഹദന ഞങ്ങളെ ഓർത്തരെ, മക്കാനഹു അവന്റെ ജാഗൽ അവന്റെ ബദൽക്ക് ഞങ്ങളെ കൂട്ടത്തിൽ ഓർത്തരെ പിടിച്ചു പോയിക്കോണു. ഇത് ഞങ്ങളെ റിക്വസ്റ്റ് ചെയ്യുന്ന വലുപ്പത്തില്. ഇന്ന നറാക്ക നിശ്ചയമായിട്ടും ഞാൻ കണ്ടുകൊണ്ടുള്ള നിങ്ങളോ മിനൽ മുഹ്സിനീൻ മുഹ്സിനീങ്ങളുടെ കൂട്ടത്തില് ഉപകാരാക്രമങ്ങളുടെ കൂട്ടത്തില് നിങ്ങളെ കണ്ടുകൊണ്ടുള്ള. ഖാല അപ്പോൾ ചെന്ത് മആദല്ലാഹ് എന്ത് ചെന്തു? മആദല്ലാഹ് അള്ളാഹുടെ നിങ്ങൾ കാവൽ കേൾക്കറ. അന്നാഖുദ നിങ്ങൾക്ക് പിടിക്കാവില്ല. ഇല്ല മൻ വജദ്ന ഞങ്ങ ഇനി പിടിക്കുന്നതിൽ നിന്ത് പറിച്ചോണ്ടിക്ക് കാവൽ കേൾക്കറ. മൻ വജദ്ന ഞങ്ങൾ ഓർത്തരെ കണ്ട മതാഅന ഞങ്ങളെ വസ്തുരോ ഇന്ദഹു അവന്റെ പക്കൽ അവന്റെ മുറ്റത്ത് ഞങ്ങളെ വസ്തുരോ ആരെ മുട്ട കണ്ടാന അവന്റെ എല്ലാം മാറി വേറെ ആരെ പിടിക്കുന്നതിൽ നിന്ന് അള്ളാഹുട്ടിക്ക് ഞങ്ങൾ ശരണ കേൾക്കറാണ്. ഇനി നിങ്ങൾ ചെന്നപ്പോലെ ഞങ്ങൾ ആക്കിയെങ്കിൽ ഇതല്ല വാലിമൂൻ ഞങ്ങൾ ആരെത്തിക്കറ അക്രമിമാരെത്തിക്കറ സുൽമാക്രമ എത്തിക്കറ ചെന്ത. ഫലമ്മ അങ്ങ ആയപ്പ ഇസ്തൈഅസു നിരാശരായപ്പ മിൻഹു അവനിൽ നിന്ത് ആരിൽ നിന്ത് ബിനിയാമിന്റെ നിന്തുണ്ടോ അർത്ഥ അല്ലെങ്കിൽ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കേൾക്കുന്ന ആ റിക്വസ്റ്റിൽ നിന്ത് നിരാശരായപ്പ ഖലസു നജിയ അങ്ങനെന്തായത് ഖലസു അങ്ങ മുനാജാത്താക്കൂ മുനാജാത്ത് നിങ്ങൾക്ക് ചൊന്നിരുന്നാണ്. മുനാജാത്ത് ഗുപ്തമായിട്ടുള്ള ഒരു സംഭാഷണക്ക് അങ്ങ ಬೇರೆ ನಿನ್ನರು ಖಲಸು ಚಂದ್ರೆ ಬೇರೆ ನಿನ್ನರು ನಜಿಯ ಸೀಕ್ರೆಟ್ ಮೀಟಿಂಗ್ ಹಾಕುವು ಬೇರೆ ನಿನ್ನರು. ಕಾಲ ಕೆಬೀರುಹುಂ അങ്ങനെ കൂട്ടത്തിൽ വലിയ ആള് ചെന്ന് അങ്ങനെ ഹിരിയ ആള് സഹോദര ചെന്നു. അലം തഅലമു നിങ്ങൾക്ക് ಗೊತ್ತಿല്ലേ അന്ന അബാക്കും നിങ്ങളബ്ബ അയില് ചൊന്തു നിങ്ങളബ്ബ ഇത്തിക്കർ ചൊന്തു നിങ്ങൾക്ക് ಗೊತ್ತಿല്ലേ എന്തിനേ ಗೊತ್ತಿല്ലേ ഖദ് അഖദ അലൈക്കും അല്ലെ നിങ്ങൾ നിന്ന് ഒരു മീസാഖ് ഒരു ഒപ്പന്ത മൗസിഖൻ മിൻ അല്ലാഹ് അല്ലാഹുവിൽ നിന്ന് ഒരു ഒപ്പന്ത സ്വീകരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ല പിടിയുണ്ടല്ലേ. വമിൻ ഖബൽ ഇതിക്ക് മുന്നലും മാ ഫറത്തും ഫി യൂസുഫ് യൂസുഫിന്റെ വിഷയത്തിൽ നിങ്ങൾ എന്താക്കിയത് ചെമ്മ കുറത്തെ കാറ്റിലാണ് ഫറത്തും ചൊന്ത് നീ ചെമ്മ ಯಾರಕ್ಕೆ ഓടി ಹಾಕಿರಾರು യൂസുഫിന്റെ വിഷയത്തിൽ ഇതിക്ക് മുന്നോട്ട് നിങ്ങൾ ചെമ്മ ಯಾರಕ್ಕೆ ഓടി ಹಾಕಿರಾರು ഇതിക്ക് ഇപ്പൊ ഈ വിഷയത്തില് അബ്ബ നിങ്ങൾ നിന്ന് ഒരു മൗസിഖ് ഒരു ഒപ്പന്തത്തെ സ്വീകരിച്ചൊരു കരാർ സ്വീകരിച്ചിട്ട് നിങ്ങൾക്ക് പിടിയില്ലേ. അതുകൊണ്ടു ഫലൻ അബ്രഹ അല്ലാർ ഈ ദായത്തെ വിട്ടു പോണ്ടില്ല. നമുക്ക് അല്ലാർന്ന് ഉദ്ദേശിക്കുന്നത് മിസ്ർ മിസ്രിലേ ഞാൻ നിൽക്കുറേൻ
ഫലൻ അബ്റഹൽ അർദ്, ഈ ഭൂമിയിലെ ഞാൻ നിലനിൽக்கிறேன், ഹത്താ യഅ്സന ലി, നക്ക് അല്ലാഹ് ನನ್ನ ಅಬ್ಬ ಪರ್ಮಿಷನ್ ತಂದೊಡ್ತೋಳು, ರಿಟರ್ನ್ ಬರೋ ಬಾಮೋನು ಜಂತು ಚೊಲ್ಲೋಡ್ತೋಳು, ನಾನು ಈ ಊಡ್ತೆ ಈ ರಾಯತ್ತೆ ಪೋಂಡೆ ಬಿಸ್ಯಮೇ ಇಲ್ಲ. ಹಚ್ಚ ಯಅ್ಸನ ಲೀ ಅಬಿ, ನನ್ನ ಅಬ್ಬ ನಕ್ಕೆ ಪರ್ಮಿಷನ್ ತಂದೊಡ್ತೋಳು. ഔ യഹ്കും അല്ലാഹു ലി, ഇല്ലെങ്കിൽ അല്ലാഹു ನನ್ನ വിഷയത്തിൽ തീരുമാനം എടുക്കണം. ഒന്നാ അവിടെ മരിക്കണം, ನನ್ನ ഫിനിഷ് ഇവിടെ ആവുന്നത് അല്ലാഹു തീരുമാനം പോലെ ആവട്ടെ. ഇല്ല ആ ബണ്ട് വിഷയത്തിലില്ല, നിന്റെ അബ്ബർ മുട്ടുന്ന ബണ്ടില്ല. ഒരു ഖൈറുൽ ഹാക്കിമീൻ, അല്ലാഹു എത്തിക്കിற ഖൈറുൽ ഹാക്കിമീൻ, തീർപ്പാക്കുന്നതിൽ ഖൈറായവನು അല്ലാഹു എത്തിക്കിറാണ്. ഇവിടെ വലിയൊരു ആരോപണ മേലിട്ടതായ ഒരു രംഗെത്തിക്കൽ കാണുന്നില്ല. അയാൾ ചെന്നത് അങ്ങനെ ചെന്നത് ഞങ്ങളെ ഉമ്മര മക്ക നല്ലുള്ള ഞങ്ങൾ ഉമ്മര മക്കൾ എന്തു അപരാധം ബണ്ടില്ല, ഇത് ഞങ്ങൾ ഇവർ ഉമ്മര മക്ക ജണ്ടാലിന അങ്ങനെ ഞങ്ങ ചെമ്മ ദൂര ഞങ്ങൾ ചൊന്ന നിങ്ങൾ കൂട്ടിയം ബണ്ടില്ല ಅಂತಲ್ಲ, ಬಟ್ ನಿಂಗಳ ಒತ್ತಾಯತಿ ನಂಗೆ ಕೂಟಿಯಂ ಬಂದ್ರಿ ಈಗಂತ ಕರೆ ಸ್ವಭಾವತ್ತೆಲ್ಲ ಖಂಡಿತ ಎತ್ತಿಕ್ಕೆ ನಂಗೆ ಕೂಟಿಯಂ ಬಂದಿಲ್ಲ ಅಂತೆಲ್ಲ ಚೊಂದ್ರಿ. ಅದು ನಿಂಗೆ ಅದಿಲ್ಲ ഞങ്ങളെ ಮೇಲೆ ನಿಂಗೆ എന്ത് ಬಂತಿಲ್ಲ, ಭರವಸೆ ಬಂತಿಲ್ಲ ഞങ്ങളെ പൽക്കത്തിൽ. നിങ്ങൾ എങ്ങനെയെങ്കിലും കൂട്ടിയം പറഞ്ഞിട്ട് ചൊന്ന സഭെല്ലാം കൂട്ടിയം വന്നു. ഇപ്പൊ ഞങ്ങൾക്ക് നോക്കും കണ്ടെത്ത അവസ്ഥ. ആ രണ്ടാളും സമയമില്ല, ഓണും സമയമില്ല, ഓണ്ട മൂത്തൊന്നും സമയമില്ല. എന്തിനാ ഇവിടെ സംഭവിച്ചത്? അള്ളാഹു ഖുർആനിൽ ചൊന്നില്ല അയാൾ എന്തൊരു കട്ടറ് എന്തെങ്കിലും സ്റ്റോറി ഇക്കോണല്ലേ, ഇതിന് പേര് എന്തെങ്കിലും സ്റ്റോറി ഇക്കോണല്ലേ. இதுக்கு முன்னால இப்ப 10 ஆள் கூடி சொல்றല്ലേ, അപരാധ സ്ഥാനത്തിലില്ലങ്ങ എന്ത് മുണ്ടകത്തിലൂടെ നാ കറ്റത്തില്ല ചൊല്ലുക അവരോട് ബിനിയാമിൻ, നിങ്ങൾ എല്ലാ കളവ് ചൊല്ലോ, ഇതിൽ ഞാൻ കറ്റല്ല, നിങ്ങൾ കളവ് ചൊല്ലുണ്ടല്ലോ ചില കവറ ചില കവറില്ല. എന്തൊരു ഹിക്മത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ കല്യ ക്ലാസ്സിൽ ചുമര മുണ്ട് തെച്ചൊന്നും എല്ലാ മൊത്തം അപരാധി ആവണുണ്ടില്ല. ഒരാളിട്ട് കേൾക്കുമ്പോ 10 ആളിട്ട് കേൾക്കുമ്പോ 10 ആളുകൾ വെളുമ്പാൽ ചൊന്നാറ് ഞങ്ങൾ എടുത്തിട്ടില്ല, ഒർത്ത മുണ്ടിത്തേ ഇല്ല, അതിനർത്ഥവನು കട്ടിത്തേക്കൊന്നുണ്ടില്ല അല്ലെ. അതേപോലെ ഈ മുണ്ടോನು കല്ലാവാണ്ടിക്കൊന്നുമില്ല. ഒലിമ്പാലില് ഒർത്ത കല്ലാവണെന്ന് ചൊല്ല നാ എടുത്തിട്ടില്ല എന്ന് ചൊല്ലല്ലേ. അതുകൊണ്ട് ഒരേ കൺക്ലൂഷൻക്ക് നീ എന്താ അങ്ങനെ ജമ്പ് ആകത്തില്ല, ഒരു ജഡ്ജ്മെന്റ് ആക്കി വിടത്തില്ല അപ്പത്തിക്കപ്പ. ഇവിടെ അത് ഇവിടെ ബിനിയാമിൻ എന്തു അപരാധം ആക്കിയാണ്ടിക്കുമ്പോഴത്തേക്കും ഇവിടെ അയലെന്തെങ്കിലും തീരുമാനമായിട്ടുണ്ട് കെട്ടിച്ചെടുത്തത്. അപ്പൊ അതിലൊന്നും മുണ്ടിയിട്ടില്ല. രണ്ടാമത്തെ മൂക്ക് സാക്ഷി അവർ സന്നിവേശം വരുന്നുണ്ട്, മൂത്തോന്റെ വിഷയത്തിൽ ഇട്ട ആരോപണം രണ്ടാളും ആവാത്ത അവസ്ഥ. ഇങ്ങനെ മുണ്ടാട്ടില്ലെങ്കിൽ എങ്ങനെ ഉണ്ടാ, നിങ്ങൾ എല്ലാവരുടെ വിഷയത്തിനാ ഇപ്പൊ വലിച്ചിട്ട് ഉൾഗതയ്ക്കണം ഔത്തിക്ക് പോകേണ്ട വേണം. സ്വന്തമായിട്ട് എന്താക്കാൻ അവിടെ തീരുമാനമാക്കാൻ ഒരു ജഡ്ജ്മെന്റ് കൊടുക്കാൻ അവിടെ ജഡ്ജ്മെന്റ് കൊടുത്തിട്ടില്ല. എന്ത് കാരണത്തിൽ ആ ജഡ്ജ്മെന്റ് ചെന്നെങ്കിൽ അതായാലും അമ്പ്യാക്കന്മാരിൽ കണ്ടതായോ അത്യന്ത നല്ല സ്വഭാവത്തിക്ക് ചെലുത്തത്. സാധാരണ ഈ ശരീരത്തില് യാക്കൂബ് നബിയുടെ ശരീരത്തില് ആരെങ്കിലും ഓർത്ത കട്ടുണ്ട്. ഇപ്പൊ ഇവിടെ ഒരാളുണ്ട്, ഈ ആള് സാമണ കട്ടുണ്ട്, ആ കട്ടത് ഞങ്ങൾ പിടിക്കപ്പെട്ടതുണ്ടായി, പ്രൂവ് ആയിട്ടുണ്ടായി. നാണ് ഈ മനുഷ്യരെ അടിമയത്ത് കല്യാണം. ഈ ആറ് സാമണ കട്ട ആ കട്ടുണ്ട് ഇതെടുത്ത് നാം അടിമയത്ത് കല്യാണം, ഇത് അവിടുത്തെ ശരീരത്ത്. അപ്പൊ ഇവിടെ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരുടെ ചരിത്രമുണ്ട്, ഇങ്ങനെ ചൊല്ലപ്പെടുന്നത്. അത് അള്ളാഹു ഖുർആനിൽ ജനത്തില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനത്തില്ല. ഇങ്ങനൊരു റിവായത്ത് ഇങ്ങനെ കാണണ്ടേ, അങ്ങനെ ഉണ്ടാകും. ഇയാൾക്ക് ഒരു അബ്ബർ ബംഗലിന്ത് ആർക്ക് യാക്കൂബ് നബി അലൈഹി സ്വലാമിന്റെ ഒരു സഹോദരി ഈ കിടാവ് ഭാരി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ആര്? യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. എന്തായാലും രണ്ട് വിട്ടുപോകത്തീര ആ ജന്തു, എന്തായാലും രണ്ട് വിട്ടുപോകത്തീര ജന്തു. അതിന് വേണ്ടിയിട്ടുള്ള പ്ലാൻ എന്തിട്ടുണ്ട്, ഈ ഒരു മാല കാണ്ടില്ലാണ്ട് ആരോപിട്ടു. അതുകൊണ്ട് കട്ടിട്ട് ആര് കട്ട്? യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം. അങ്ങനെ കട്ടിട്ട് പൂവയസത്തുണ്ട് അവർ ഒട്ടുകേക്കുന്നു, പിന്നെ പോണില്ല.
അങ്ങനെ ആകുമ്പോഴത്തേക്കും ഇതെന്ത് എത്തി പിന്നെ അതിന് തപാസനാകുമ്പോഴത്തേക്കും അത് കളവ് പോയിട്ട് അത് കളവ് യൂസുഫ് കട്ടത്തില്ലാണ്ട് പോയിട്ട് ഇങ്ങളൊട്ടിക്കുള്ള ഗ്രിഡ്ജ് ഉണ്ടല്ലേ മനസ്സ് ഇങ്ങളൊട്ടിക്കുള്ളതായോ ആ ഒരു പക മത്സരിയ ചൊല്ലല്ലേ ആ മത്സര കാരണത്തില് എനിക്ക് പിടിയുണ്ടു യൂസുഫ് നിരപരാധി ആവശ്യത്തിലുണ്ട് എങ്കിലും അർസത്തെ മുഖത്തിൽ ഉണ്ടാക്കേ ചൊന്തു വിടേ നീ അണ്ടിട്ട് നിന്റെ പേരിൽ രണ്ടു ഒരു ആരോപിച്ചിട്ടുണ്ട് പിടിയുണ്ട് ഇത് വെറുതെ ചൊല്ലേൻ നിന്റെ പേരിൽ രണ്ടു ആരോപിച്ചിട്ടുണ്ട് ഇപ്പൊ ഒരാള് ദുനിയാവ് കിടിപ്പിടി വരാ നിരപരാധി അർസുല്ലോന് എപ്പം ചൊല്றது അർസുല്ലോനും ആ നിരപരാധത്തിൽ ഗൊന്തിട്ടും ചെന്ന് നോയിക്കിറ അപ്പൊ ആ സന്ദർഭത്തിൽ ഞങ്ങൾ ഇനി നിരപരാധ തെളിയിക്ക് പോണ കേൾക്കരുത് ദുനിയാവ് കിടിപ്പിന് ഗൊന്തേര് ഞങ്ങൾ നിരപരാധി ചെന്ന് പിന്നെ ഞങ്ങളുടെ മേലെ ആരോപിട്ടിട്ടുണ്ടെങ്കിൽ നിരപരാധ തെളിയിക്ക് പോത്തിരാ അവരുണ്ടാക്കണം ഹെക്കിമത്തിന് ഭാഗന്റെ മുണ്ട് തേക്കും അപ്പൊ അവിടെ അതേറ്റിക്കര് ചൊല്ലും ഏത് ഈ വിഷയത്തില് അങ്ങനെ എത്തിക്കുന്ന ഒരു പ്രൂഫ് ഉള്ള ചൊല്ലും അല്ലാഹു അലം ഇനി എന്തെങ്കിലും ഒരു സംഭവം സംഭവിച്ചിരിച്ചിട്ട് എനിക്ക് മനസ്സിലാവും അപ്പൊ ഒരു അബ്ബറെ 5000 മക്കളൊട്ടിക്ക് കാട്ടതായോ ആ ഒരു ഇരട്ടത്താപ്പ് ചൊല്ലില്ലേ ദ്വിമുഖനീതി ആ ദ്വിമുഖനീതി ഇവിടെ കണ്ടെത്തി അപ്പൊ അതിലെന്താക്കിട്ട് അയാളെ മനസ്സിൽ വെച്ചിട്ട് അതിൽ അയാൾ കാട്ടൊക്കെ പോയിട്ടില്ല എന്റെ അതിൽ കാണ്ട് ഇനിയുള്ളത് അയാൾ ചൊന്നൊരു പൽക്ക അന്തും ഷർറുൻ മക്കാനൻ നിങ്ങൾ ആരും ഇപ്പൊ അപരാധം തെളിയിക്കപ്പെട്ടിവിടെ അപരാധം തെളിയിക്കപ്പെട്ട് അന്നേസം ഒരു നക്ക് നിങ്ങൾ ആരുണ്ട് നക്കറിയാൻ കണ്ടിട്ടില്ല നിങ്ങൾ ഏത് മക്ക നിങ്ങൾ ഏത് ഉമ്മറ മക്ക നക്കറിയുണ്ട് നിങ്ങൾ കൂടെ വന്നത് നിങ്ങൾ കൂടെ സംഭവിച്ചത് അങ്ങനെ പോലും ഷർറു മക്കാനൻ നിങ്ങൾ ആരെത്തിക്കുന്നത് അത്യന്ത കീഴ്മട്ടത്താൽ മാറി ഇത് രണ്ടർത്ഥമാവാം അയാളെ വിഷയത്തിൽ ആരോപിട്ടതില്ലേ ഒരു റിയാക്ഷനും ആവാം മാത്രം അങ്കതർത്ഥമാണ് ഒന്നാം ആരോഗ്യം മാത്രം നിങ്ങൾ ഇപ്പൊ കുറെ സ്റ്റോറി ചൊല്ല ബച്ചാവാൻ വേണ്ടിട്ട് കുറെ സ്റ്റോറി ചൊല്ലത് ആ സ്റ്റോറി ഹക്കീകത്ത് എന്തിനു ചൊല്ലുന്നത് അള്ളാഹ്ക്ക് മാത്രം പിടിയുള്ളോ ചെന്തന നിലക്ക് അതിനെന്താക്കരു അങ്ങനെ തട്ടിക്കളയും ജന്റം ഇങ്ങനൊരു ആയത്ത് നോക്കൂ 78ാമത്തെ ആയത്തില് അങ്ങനെ ഒരു റിക്വസ്റ്റ് അബ്ബർ പേരിട്ടു എന്തെങ്കിലും അബ്ബർ പേരിട്ടിട്ട് അങ്ക് അവിടെ എന്താക്കണു ഈ ബിനിയാമിന്റെ കൂട്ടിയിട്ട് പോയിട്ടുണ്ടെങ്കിൽ അങ്ക് ബച്ചവാണോ അബ്ബർ മുന്നോ എങ്ങനെങ്കിലും ബച്ചവാണോ ചൊന്തൊരു ഉദ്ദേശത്താണ് ചൊന്നത് അബ്ബറെ പേരിട്ടത് ഞങ്ങളെ ഓന്റെ ഈ ബിനിയാമിൻ റിമൈനിങ് അവരെ കൂടെ കത്തിയിട്ട് എന്താവും ഇപ്പത്തെ സിറ്റുവേഷനിൽ കട്ടി ചുരത്തിൽ ഒരു തപാസന നടന്നതിൽ ഇയാൾ കിട്ടിപ്പോകുന്നല്ലേ ഈ സന്ദർഭത്തിൽ ഇയാളെ വിട്ടുകൊടുത്ത് എന്താവും തെരഞ്ഞു പോണ്ടെടുത്തോളൂ കനാൻ പോണ്ടെടുത്തോളൂ എന്തിനാവണ്ട ഇയാളെ മേൽ എത്ര ടോർച്ചർ ആവണ്ട ഇനി എത്ര വില കോസ്റ്റ് കൊടുത്തെങ്കിലും അറ്റ് എനി കോസ്റ്റ് ഇയാൾ കൊടുക്കില്ല അപ്പൊ എങ്ങനെയാക്കിയാറ് കേൾക്കുറാക്കിയാറ് അബ്ബുണ്ട് അവൻക്കുണ്ട് നനക്ക് അബ്ബുണ്ടല്ല ചൊല്ലു അവൻക്കൊരബ്ബ ഇന്നലവും അവൻക്ക് അബ്ബുണ്ട് കാരണം എന്തുകൊണ്ടാ നങ്ങ നഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നങ്ങ പോരാണ്ടിന്റെ അപ്പക്ക് അത്ര വലിയ ഫീൽ ആവില്ല അത് ചൊല്ലു നങ്ങ പോവാണ്ടിന്നുണ്ടെങ്കിൽ അപ്പക്ക് വലിയ ടെൻഷൻ ആവില്ല ഓൻ പോരാണ്ടിന്റെ വലിയ പ്രോബ്ലം ഉണ്ട് ഭയങ്കര പൈസ ഒരാൾ അപ്പൊ അതുകൊണ്ട് അയല മേൽ ഞങ്ങളുടെ മേൽ വേണ്ട ഓന്റെ മേൽ വേണ്ട അയല മേലൊന്ന് കൃപ കാട്ടിട്ടെങ്കിലും നിങ്ങൾ എന്താക്കരു ഒരു ചെറിയൊരു ഞങ്ങൾ റിക്വസ്റ്റ് ഞങ്ങളെ അവന്റെ ബദൽക്ക് ഞങ്ങൾ അപരാധി സ്ഥാനത്തിൽ നിൽക്കാൻ ചൊന്നറിയുമേ ഇങ്ങനെ ബാവിലെ പന്ത്രല്ലേ എന്തിനാ പന്ത്ര ആരെ കയ്യിൽ കിട്ടിയത് അവന്റെ പോയി പിടിക്കുന്നുണ്ട് ചൊന്നു പോയി കുടിക്കിട്ടേര് ഇപ്പൊ എന്താക്കിയത് നിങ്ങളുടെ അല്ലേ ചൊന്നറ് അത് നിങ്ങൾ പോലും നിങ്ങൾ കാണുന്നോട് ഞങ്ങൾ ഓഫീസാക്കരുത് ഞങ്ങൾ ജാതിക്കാൻ വേണ്ടി താമത്തുക്കും അങ്ങനെ റിക്വസ്റ്റ് ആക്കരുത് ഏത് സുൽമുക്ക് വേണ്ടി റിക്വസ്റ്റ് ആക്കി സുൽമല്ല ആക്ച്വലി ആരാ അപരാധാക്കിയത് അങ്ങനെ പിടിക്കൽ പൊട്ടു ഇതിപ്പോ അപരാധാക്കിയ ചുറ്റൽ ഇതല്ല ഇനി ആരല്ല ഈ ദുനിയാവുള്ള എവിടെല്ലാം കാണുന്നുണ്ടോ ആ കാണുള്ളൂ ഈ അപരാധിമാരെ പുറത്തു പറക്കുള്ള ഒരു ചില ഇതുള്ളൂ ഹോൾ ആ ഹോളിൽ എത്തിക്കുന്ന ചില വലിയ വലിയ അപരാധിമാർ പുറത്തു കണ്ടു അതിലെന്താക്കര് അപരാധ ആക്കിയവനാറ് പിടിക്കപ്പെട്ടവനാറ് അപ്പൊ അപരാധക്കൊന്നു എന്താ എത്തിക്കിற സമാജത്തിൽ ചുറ്റിക്കൊണ്ടിരിക്കണോ അപരാധ ആക്കാത്തോന്നു നിരപരാധി എത്തിക്കുമ്പോ കൂടെ അവൻ എന്താക്കിற ഉൾക്കിക്കിற അതെന്താ മനസ്സിലാവുന്നു നിനക്ക് അവന് കാസെടുത്തത് ഉൾക്ക് വൈദ്യിക്കാം കാസെടുത്തത് അങ്ങനല്ലേ അപരാധ ആക്കിற ഒരു കൊല നടക്കര് കൊലകാരനെ പിടിച്ചിട്ട് തൂക്കിട്ട് അവனுக்கு എന്താക്കര് അവனுக்கு ഇത്ര സെറ്റിൽമെന്റ് ആവും അവൻ ഉൾക്കിക്കര് ഇത് സാധാരണ ഉള്ള കാനൂൺ എത്തിക്കല് അള്ളാഹുടെ കാനൂണിൽ ഇതിക്കൊരു എപ്പത്തുക്കും ചാൻസ് ഇല്ല ബദൽക്ക് ഒരാളെ മതക്കും ഇല്ല
അത് കഴിച്ചൊന്നു ഇന്ന ഇതല്ല വാലിമും ഞങ്ങൾ അങ്ങനെ ആക്കേണ്ട അവന്റെ മേൽ ആക്രാക്ക ഇപ്പൊ ഞങ്ങൾ ആരെ പിടിച്ചു വെച്ചിരാ അപരാധം ആക്കാത്ത ഒരുത്തർ ഞാൻ പിടിച്ചു വെച്ചിട്ടുണ്ട് അവന്റെ മേൽ ആക്കിற ദയം അന്യായത്തിക്ക് അന്യായക്കും ഞങ്ങൾ തയ്യാറില്ല ಅವು ಇಬ್ಬಿನ ಅವ್ರು ಚೊಂದು ಪ್ರಯೋಗ ಹಾಕೋಲ್ಲ ಓನ್ ಅಪರಾಧಿ ಚೊಂದಿಲ್ಲ എത്ര 73 ആയത്തിൽ ചൊല്ലു ഓൻ അപരാധി ചൊന്നില്ല അതിന് ബദൽ എന്ത് ചൊന്നു മഅദല്ല അല്ലാഹുവിന്റെ ഞാൻ കാവൽ കേക്കറ അന്നാഖുദ ഇല്ലാ മൻ വജദനാ മതഅന ഇൻദഹു ആരെ മുട്ട ഞങ്ങളെ ബസ്ത് കണ്ടാണ് അവന്റെ വിട്ടുത്തു വേറെ ഞങ്ങളെ പിടിക്കുന്നത് അപ്പൊ ഞങ്ങൾ ഒരു കള്ളറ് വിട്ടുത്തു ഇങ്ങനെ ചൊല്ലണം അല്ലേ കള്ളറെ വിട്ടുത്തു ഞങ്ങൾ കള്ളല്ലാത്തവരെ പിടിக்கிறമാൻ ചൊല്ലുന്ന ബദൽ എന്ത് ചൊന്നു ഞങ്ങളെ ബസ് ആരിൽ കണ്ടാണ് അവന്റെ വിട്ടുത്തു ഞങ്ങൾ വേറെ ഞങ്ങളെ പിടിക്കും ഞങ്ങൾ തയ്യാറില്ല അത് അർത്ഥം അറിയത്ത് എത്ര സൂക്ഷ്മമായ പ്രയോഗ ചെന്ന് മനസ്സിലാക്കും അല്ലേ അയാളപ്പോ അവിടെ അപരാധിച്ചൊന്നും ഞാൻ ചെന്നില്ലല്ലേ നിങ്ങൾക്ക് ഇനി പിടിക്കപ്പെട്ടപ്പോ നിങ്ങൾക്ക് ഇതെല്ലാം ആക്കും നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വേണ്ടേ ചൊന്ത് കേട്ടില്ലേ നിങ്ങൾക്ക് ഇങ്ങനെ ആക്കുമോ അവന്റെ മേൽ വെറുതെ നിങ്ങൾ ആരോപിട്ടല്ലേ ഞങ്ങൾ എവിടെ ആരോപിക്കാം നിങ്ങൾ ചൊന്തില്ല കള്ളാണ്ട് എവിടെ ഞാൻ ചൊന്തര ഇവിടെ ചൊല്ലത്തി കേൾക്കൊരു ഞങ്ങൾ പിടിക്കില്ല ആരെ കയ്യിൽ കിട്ടിയിട്ട് അവന്റെ എല്ലാം മരം വേറെ പിടിക്കില്ല അപ്പൊ അതൊരു പ്രയോഗത്തിലും ഭാര്യ ഒരു സൂക്ഷ്മമായ ഉണ്ട് ചൊന്തലത് ഞങ്ങൾ മനസ്സിലാക്കി ഇനിയുള്ളത് നിങ്ങളൊട്ടിക്കുള്ള സ്വഭാവ നിങ്ങളൊത്തുള്ള ചില സ്വഭാവ ചേഞ്ചസ് കാണും അറിയാം നിങ്ങളാണ് സൈഡായിട്ട് നിന്നിട്ട് നിങ്ങളെ ചർച്ച ആക്കുമ്പോൾ നിങ്ങളെ ചെറിയൊരു സ്വഭാവ ചേഞ്ചസ് കാണും എന്തുകൊണ്ടില്ല ഹലസുന്ന ചെയ്യാനും ചെമ്മ റിക്വസ്റ്റ് ആക്കിയതും ഫായത ഇല്ല അപ്പൊ അങ്ങ് സീക്രട്ട് എത്തി പൽക്കാരും ചൊല്ലാറ് അപ്പ ഞങ്ങളൊട്ടിക്ക് എന്താക്കിയത് ഒരു ഞങ്ങളൊട്ടിക്ക് ഒരു ഒപ്പന്തം ഞങ്ങൾ എടുത്തിട്ട് ചൊല്ലും എനിക്ക് പിടിയില്ല ചൊല്ലും ആർ ചൊല്ലും മൂത്തോണ്ട് സാധാരണ ഇതുപോലത്തെ ഒരു സംഭവം വേറെ മൂത്തുണ്ട് സൂറത്തു ഹാക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ല ചെന്നെങ്കിൽ സൂറത്തുൽ ഹാക്കല്ല നൂൻ സൂറത്തു നൂൻ എന്ത് ചൊല്ലിന്റെ ഒരു അബ്ബ നല്ലൊരു ധർമ്മിഷ്ഠായി തിന്ത് അയാള് ഇതെടുക്കല്ലേ കൃഷി എടുക്കുന്ന സന്ദർഭത്തിൽ 3 ഓതിയാക്കരുത് ഒന്ന് അയാളെ ബിസിനസ്സിന് വേണ്ടി എടുത്ത് വെക്കരുത് ബിസിനസ്സിലെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇനൊന്ന് അയാളെ കുടുംബത്തിന് വേണ്ടി എടുക്കരുത് മൂന്നാമത്തത് രായത്തിന് കൊടുക്കാൻ വേണ്ടി എടുത്ത് വെച്ചു എല്ലാ ടൈമിലും കൃഷിയുടെ ബല എടുക്കുന്ന സന്ദർഭത്തിൽ എല്ലാവരും കൂട്ടിട്ട് കൊടുത്തു വയ്ത്ത് അബ്ബ മറിച്ചാൽ പിന്നെ മക്കളെ നീയത്തിൽ ബദലാവണ ബന്ധ വയ്ത്ത് മക്കളെ നീയത്തിൽ ബദലാവണ ബന്ധാമത്തുകു ചെന്നറി ഞങ്ങൾ അബ്ബാക്കി നിന്ന് സരിയല്ല ഞങ്ങൾ എന്താക്കണം ഞങ്ങൾ ബിസിനസ് ഇംപ്രൂവ്മെന്റ് ആക്കണ്ടേ ഒരു ഓതി ഞങ്ങൾ എടുത്തിട്ട് 2 ഓതി ഞങ്ങൾ ബിസിനസ് ഇടണം അങ്ങനെ ചൊല്ലുമ്പോ അതിൽ നടുവ് ഒരാളിട്ട് കാല ഔസത്തും അങ്ങക്ക് പണിഷ്മെന്റ് കിട്ടിയത് അങ്ങനെ സുബൈക്ക് ആറ് ഗൊന്തില്ലാമാർ കൃഷി എടുക്കുക പറത്താമ്പോ അവിടെ കൊയ്തെത്ര സന്ദർഭത്തിൽ അവിടെ കൃഷിയിലെ ജാഗ്യമങ്ങളെ തബാ ബർബാദായിട്ട് 200 പോലെയായിട്ടുണ്ട് ആ റായന് കൊടുത്തില്ലാത്ത ഒരു സിറ്റുവേഷൻ വന്നു വരും അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ എന്തമ്മ ഒരു പരീക്ഷണത്തെ ഒരു ശിക്ഷ ഇറക്കുന്ന അപ്പൊ അങ്ങനെ നടുവിൽ ഓർത്തുന്ന കാലൗസത്തും അല്ലെ മക്കളിലേക്കും അങ്ങനെ കൂട്ടത്തിൽ ഓർത്തുന്ന മധ്യമ നിലപാടാണ് ഞാൻ നിങ്ങളെ പിടിച്ചൊന്നുന്നില്ല എന്താ നിങ്ങ സുബ്ഹാനല്ലാഹ് പറച്ചൊന്ന ദിക്റ് നിങ്ങൾ എന്തുകൊണ്ടാക്കില്ല അള്ളാഹർക്ക് എന്തിനു നിങ്ങൾ ശുക്രാക്കില്ല ചെന്ന് നിങ്ങൾ ചൊന്നില്ല അപ്പൊ അതിനോട് എപ്പം ഒരു ശബ്ദക്ക് ചിലപ്പോ ആ ശബ്ദത്തിക്ക് എന്തിരിക്കില്ല ശക്തിക്കില്ല ഇങ്ങനെ ഈ ഒലിമ്പോ ആൾമാരോ ഒരു ഫോഴ്സ് നടുവ് ഒത്തരെ ദുർബലമായ ശബ്ദം അതിക്ക് ലാസ്റ്റിക്ക് ബലമുണ്ടാവും എപ്പ ഇത് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിക്ക് ബലമുണ്ട് അവിടുത്തോളം അതിക്ക് ആറ് വാല്യൂ കൊടുക്കില്ല അവൻ എപ്പ അങ്ങനെ എപ്പ ഞങ്ങൾ തീരുമാനത്തിക്ക് എതിര് കൊടുക്ക പറഞ്ഞത് ചെന്തുങ്ങൾക്ക് അവിടെ തല്ലി കളഞ്ഞുകൊണ്ടിരിക്കാറ് ഊര് അതേപോലെ മൂത്തോണ് വലിയ മൂത്തോണായിട്ട് കൂടാ ഈ വിഷയത്തിലുള്ള ചെമ്മ എതിർത്തിക്കൊണ്ട് ചൊന്തു ഈ പളക്കത്തെ അർത്ഥാവും ഞാൻ നിങ്ങളൊട്ടിക്ക് ചൊന്തില്ല ഉമാ പറത്തും നിങ്ങൾ യൂസുഫിന്റെ വിഷയത്തിൽ ചെമ്മ ഏറെക്കൊണ്ട് ആക്കിയത് ഞാൻ നിങ്ങൾക്ക് എത്ര പട ചൊന്നുരാ ഞാൻ ഇത് ആക്കോ തീരാ ചൊന്തത് ഒരു ബദലാവണങ്ങളിൽ ബന്ധു ഇതിക്ക് മുന്നോളും അങ്ങ് കേൾക്കാൻ തയ്യാറില്ല ಅಂತ ഇതിക്ക് മുന്നോളും ആരെങ്കിലും അങ്ങനെ ആ ജോസൊരു സന്ദർഭത്തിൽ എന്തെങ്കിലും ചൊന്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആക്കേണ്ട ചൊന്നുണ്ടെങ്കിൽ കേൾക്കുക ആളില്ല ಅಂತ ഇപ്പൊ അങ്ങനല്ല ഇപ്പൊ അങ്ങ് ചന്തത്തിൽ കാത് കൊടുത്ത് കേൾക്കുന്ന സിറ്റുവേഷൻ ചൊല്ലു ഞങ്ങൾക്ക് തപ്പല്ലേ സഹോദരന്മാരെ അബ്ബ എത്ര കഷ്ടപ്പെടുന്നുണ്ട് യൂസുഫ് ഇല്ലാണ്ട് ഞങ്ങളൊട്ടിക്ക് അല്ലാഹു
മൗസിഖർ എടുത്ത് ഒരു അള്ളാഹുവിനത്തിൽ ഒരു മൗസിഖിന് ഒപ്പന്തരങ്ങളിൽ എടുത്ത് ആനിക്കുമ്പോഴത്തേക്കു ഇവിടെ തപ്പ് എന്തൊരു തപ്പ് അവരുടെ എങ്ങനെയെങ്കിലും കൊമ്മണ്ടകുന്നല്ലേ എങ്ങനെയെങ്കിലും കൊമ്മണ്ടകുന്നല്ലേ പിന്നെ ഇല്ല അയ്യുഹാതബിഹി ചൊന്തയൽ ചൊന്നു ഇല്ല അയ്യുഹാതബിഹി എന്താ എന്തെങ്കിലും അപായ അങ്ങനെ ആവരിക്കുന്നുണ്ടെങ്കിൽ അത് എന്താക്കില്ല മക്കളെ നിങ്ങൾ തിരിച്ചു പോകും എങ്കിലും ഇയാളെന്തായിട്ട് ഈ വിഷയത്തിൽ ഈ സംഭവിച്ച സംഭവത്തിക്ക് ഇത് നൈതിക ಹೊಣೆಗಾರಿಕೆ ನಂಡ ನೈತಿಕ ചൊന്ന രൂപത്തിൽ മാറി നിൽക്കുക അതിൽ നിന്ന് പോവാണ്ടിക്കോവും ഇയാൾ തയ്യാറായിട്ട് സാധാരണ അങ്ങനെ ഞങ്ങളെ ഈ ചില മിനിസ്റ്റർമാരുടെ വിഷയത്തിൽ ചൊല്ലും മിനിസ്റ്റർമാർ അങ്ങനെ അങ്ങനെ അണ്ടറിലുള്ള എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ഉണ്ടാക്കുന്നത് നൈതിക ಹೊಣೆಗಾರಿಕೆ എടുത്തിട്ട് രാജിനാമ കൊടുക്കുന്നത് ആ രാജിനാമ കൊടുക്കുന്നത് അങ്ങ് തപ്പാക്കിയ ചൊല്ലത്തല്ല അങ്ങ് തപ്പാക്കാമാര് ചിലപ്പോൾ ഉണ്ടാക്കുന്നത് ഇത് ഞാന് രണ്ട് ടൈമിലായത് രണ്ട് ടേമിലായത് അതുകൊണ്ട് ഞാൻ രാജിനാമ കൊടുക്കുക ചൊന്ന രൂപത്തിൽ ഊരും ചൊല്ലും ഇതിൽ ഈ വിഷയത്തിൽ ഇങ്ങനെ ആരും തപ്പില്ല തപ്പില്ല എന്ന് മാത്രം ആരോപിട്ടതിൽ മാത്രം ഏത് തപ്പ് ആരോപിട്ട് യൂസുഫും കട്ട് ചൊന്ന രൂപത്തിൽ ഈ ചൊന്ന ആരോപില്ലേ ആ ആരോപിത്തിക്ക് ഇങ്ങാക്കിയ തപ്പു അല്ലാമാർ ഇവിടെ യൂസുഫ് റൊട്ടി ആക്കിയ പോലത്തെ ബേരന്നെയ ബിന്യാമിന്റെ വിഷയത്തിൽ ആക്കിക്കൊണ്ടില്ല അപ്പൊ അവിടെ ചൊന്നോ ഇത് എങ്കിലും ഞാൻ തപ്പാക്കി തിന്നില്ലെങ്കും ഞാൻ പണ്ടില്ല നക്ക് നന്റെ അപ്പ ചൊല്ലണം ബാമനെ നീ തപ്പാക്കി തില്ലല്ലോ നീ റിട്ടേൺ ബാ ചൊന്ത് ചൊല്ലോടത്തോളം ഞാൻ ഈ ഭൂമിയെ വിട്ടു പോണില്ല ഈ രാജ്യത്തെ വിട്ടു പോണില്ല ചൊല്ലത് അതിൽ ചൊല്ലു അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയത്തിൽ ഞങ്ങൾക്കൊരു കൃത്യമായ ഒരു തീരുമാനം എടുക്കുന്നിടത്തോളം ഞാൻ എന്തും ഈ വിഷയത്തിൽ ഒരു രാജ്യത്തെ പണ്ടില്ല ചൊല്ലുന്ന നിലക്കുള്ള തീരുമാനം എത്തിക്കരുത് അതിലെടുക്കരുത് ഇൻഷാ അല്ലാഹ് ഇതിന്റെ ബാക്കി ഭാഗം എനിക്ക് ബാക്കി മനസ്സിലാക്കാം കാരണം ഇവിടെ ഞങ്ങളൊട്ടിക്ക് ಬೇಗ വെക്കേറ്റാക്കി ചൊന്നോണ്ടില്ല ഇൻഷാ അല്ലാഹ് ഞങ്ങൾ അതൊരു വിശദീകരണം ആരാക്കൊണ്ടില്ല ഞാൻ നിങ്ങൾക്കൊരു ഇന്നത്തെ ക്ലാസ്സിൽ സംഭവിച്ചതായ ചില ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട് അതിൽ നിങ്ങൾ ഫില്ലാക്കിയിട്ട് ഇപ്പൊ തരണം ചൊല്ലു കേട്ടോണ്ടല്ലോ അതില് കൊടുക്കറ വന്നറ ഇൻഷാ അല്ലാഹ് അപ്പൊ ഏതായാലും ടൈം എത്തി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കൂടെ വെക്കേറ്റാക്കുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് എല്ലാവർക്കും ചെറിയ വലുതായ നിങ്ങൾ എല്ലാവരും ചെറിയ വലിയ ദോഷത്തെല്ലാം വിട്ടുകൊടുത്ത് മാപ്പാക്കിയിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല ഞങ്ങളെ എല്ലാവർക്കും ഖുർആന്റെ ഷഫാത്ത് കിട്ടിയ ആൾമാർ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിട്ട് റബ്ബ് ഞങ്ങളെ എല്ലാ ആൾമാരെ നബിമാരെ കൂടെ അമ്പിയാക്കന്മാരെ കൂടെ സിദ്ദീഖുമാരെ കൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അത്തൂബു